Hello students, how are you all? നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ചാപ്റ്റർ 4 ഐഡന്റിറ്റീസ് അല്ലേ? എത്ര ഐഡന്റിറ്റി പഠിച്ചു? ഒരു ഐഡന്റിറ്റിയെ പഠിച്ചുള്ളൂ. എങ്ങനെയായിരുന്നു അത്? ഫ്ലാഷ് കാർഡ് ഒന്ന് നോക്കിക്കേ. അപ്പൊ ഗോപാലേട്ടനെയും ശങ്കരേട്ടനെയും കൃഷി ഓഫീസറേക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മറന്നു പോകരുത്. ടീച്ചർ അങ്ങനെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ആദ്യത്തെ ഐഡന്റിറ്റി ആരും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കഥയൊക്കെ വെച്ച് പറഞ്ഞത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? ചോദ്യം ചെയ്യാം അല്ലെ? എല്ലാവരും റെഡി ആണല്ലോ? എങ്ങനെയായിരുന്നു ചോദ്യം ചെയ്യേണ്ടതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചോദ്യമൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ റെഡി ആണല്ലോ എല്ലാവരും? നമുക്ക് ആക്ടിവിറ്റി കാർഡ് ഒന്ന് കാണാം. ചോദ്യം എന്തായിരുന്നു? 6 1/2 into 8 1/3. ഒന്ന് നോക്കിക്കേ, ചോദ്യം ശരിക്കും ഒന്ന് നോക്കിക്കേ. നമ്മൾ പഠിച്ച ഐഡന്റിറ്റി എന്തായിരുന്നു? എക്സ് പ്ലസ് യു ഇൻറ്റു വൈ പ്ലസ് വി, അതായത് സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ എ സം ഓഫ് അനദർ 2 പോസിറ്റീവ് നമ്പേഴ്സ്. ഇത് മൾട്ടിപ്ലൈഡ് ബൈ ഉണ്ട്, പക്ഷെ സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് എന്നുള്ള ഫോമിലേക്ക് ആക്കണ്ടേ? എങ്കിലല്ലേ നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 6.5 എന്ന് പറഞ്ഞാൽ 6.5. 6.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 6നോട് ഒരു അര കൂടി കൂട്ടി അല്ലെ? 6നോട് അര കൂടി കൂട്ടിയാലാണ് 6.5 ആവുക. അപ്പൊ ഇവിടെ 6.5 നമുക്ക് എങ്ങനെ എഴുതാം? 6നോട് അര കൂട്ടണം, അതായത് 6 + ½ അല്ലെ? അതല്ലേ 6 and 1/2 എന്ന് പറഞ്ഞാൽ. അപ്പൊ 8 and 1/2 എന്തായിരിക്കും? 8നോട് 8 and 1/3 അല്ലേ? 8 + 1/3. കറക്റ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഫോമിൽ വന്നോ നോക്കിക്കേ. യെസ്, the sum of 2 positive numbers is multiplied by the sum of another 2 positive numbers. അല്ലേ? ഇവിടെ x, u, y, v ഒക്കെ വന്നു. ഇനി എന്ത് ചെയ്യണം? ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണം. വാട്ട് വാസ് our ഐഡന്റിറ്റി? x + u into y plus v is equal to xy plus xv plus uy plus uv. ഇതായിരുന്നു ഐഡന്റിറ്റി. ഓക്കെ, ഇനി x എന്നാണ് ഇവിടെ 6, u is ½, y is 8 and v is 1/3. ഇതൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും എങ്ങനെ ചെയ്താൽ മതി എന്ന ടീച്ചർ പറഞ്ഞത്? മൾട്ടിപ്ലൈ each number of the first set by each number of the second set. അതായത് 6നെ 8 കൊണ്ടും 1/3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, 1/2നെയും 8 കൊണ്ടും 1/3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ചെയ്ത് നോക്കാം. എന്താണ്? 6നെ 8 കൊണ്ട് ചെയ്യണം, 6നെ തന്നെ 1/3 കൊണ്ട് ചെയ്യണം, 1/2 8, 1/2നെ 1/3 കൊണ്ട് ചെയ്യണം. 6 into 8, എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ആഡ് ഓൾ ദി ടേംസ്. 6 into 8 plus 6 into 1/3 plus 1/2 into 8 plus 1/2 into 1/3. ക്ലിയർ ആണല്ലോ? 6 into 8 എന്താണ്? 8 5s are 40, 8 6s are 48. ടീച്ചർ ഈ ഓരോന്നിന്റെയും ഇടയിൽ എളുപ്പത്തിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 into 5 ഒക്കെ പെട്ടെന്ന് ഓർക്കും. 8 into 6 മറന്നു പോയാൽ എന്ത് ചെയ്യണം? 8 into 5 നോക്കുക, അതിനോട് 8 കൂട്ടിയാൽ 8 into 6 കിട്ടുമല്ലോ, 48 പ്ലസ് 6 into 1/3 എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് പോകും അല്ലെ? 2, 60/3 2 വരും. 2 into 1 2. ഇവിടെയോ 4 വരും പ്ലസ് 4. ഇവിടെയോ 1/2 into 1/3 1/2 into 3 equal to 6. ഇനി ഇതോ 48 plus 2 50, 50 plus 4 54, 54 plus 1/6. 54 plus 1/6 എങ്ങനെ എഴുതാം? 6.5നെ നമ്മള് 6 plus 1/2 എന്ന് എഴുതി. അപ്പൊ 54 plus 1/6നെ നമുക്ക് എങ്ങനെ എഴുതാം? 54 and 1/6 എന്ന് എഴുതാം. ക്ലിയർ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ അറിയാം.
ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? The equations that satisfy for every number, അല്ലെ? ഏതൊരു നമ്പറിനെ അവർ തരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 + 3 = 2 × 2 + 1. ശരിയല്ലേ? ഇവിടെ 5, ഇവിടെയും 5. അതേപോലെ 3 + 4 = 2 × 3 + 1. 4 + 3 7, 2 × 3 6, 6 + 1 7. ഈ രണ്ട് ഇക്വേഷൻസ് കറക്റ്റ് ആണ്, നമുക്കതിൽ തർക്കമൊന്നുമില്ല. ടീച്ചർ ചോദിക്കുകയാണ് റൈറ്റ് ദീസ് ഇക്വേഷൻസ് ഇൻ ആൾജിബ്രൈക് ഫോം. ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് അവിടെ വേണം. വേരിയബിൾസ് ആൻഡ് നമ്പേഴ്സ് ഉള്ള ഇക്വേഷൻസ് ആണ് ആൾജിബ്രൈക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനെ അല്ലെങ്കിൽ ഈ ഒരു ട്രൂത്ത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ ആൾജിബ്രൈക് ഫോമിലേക്ക് മാറ്റാം? അപ്പൊ അതിന് എക്സോ വൈയോ ഏതെങ്കിലും ഒരു വേരിയബിൾ നിർബന്ധമാണ്. അപ്പൊ ഇതിനെ ഒന്ന് നോക്കിക്കേ, 2നോട് 1 കൂട്ടിയാൽ 3 കിട്ടും. അതെ 2 അത് തന്നെയാണ് ഈക്വൽ ടു 2 × 2 + 1. ഇവിടെ നോക്കിയേ 2 × 3 + 1. അതായത് ആദ്യം കിടക്കുന്ന ടേമിനോട് 2 മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്താൽ ഇവിടെയുള്ള ഉത്തരം തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ ആൾജിബ്രൈക് ഫോമിലേക്ക് എഴുതുന്നത് എങ്ങനെയാ? വി ഹാവ് ടു പുട്ട് ആൻ എക്സ്, സംവെയർ ഒരു എക്സ് കൊടുക്കണം. നമുക്ക് ഇവിടെ നോക്കാം. നമുക്കിവിടെ 2ന് എക്സ് കൊടുക്കാം. 2ന് എക്സ് കൊടുക്കാം. Then what will be 3? It will be x + 1, അല്ലേ? x + 1. ഇനി which is equal to 2 × 2 എന്താണ്? x, അല്ലെ? ഈ 2ന് എന്തുകൊണ്ടാണ് x എന്ന് കൊടുക്കാതിരുന്നേ? ഇവിടെ നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റിലും നമുക്ക് ഈ 2 ഉണ്ടല്ലേ? 2 കോമൺ ആണ്. അപ്പൊ ഈ അടുത്തൊരു വരി എഴുതി കഴിഞ്ഞാൽ അതിലും ഒരു 2 വരില്ലേ? നമുക്ക് ആ 2നെ നമ്പർ ആയിട്ട് തന്നെ ഇവിടെ എഴുതാം. This 2 is same as the first 2, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ കൊടുത്തേ? x കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് x എന്ന് കൊടുക്കാം. +1. 1 എന്താണ്? കോമൺ ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാലും 1 തന്നെ വരും. വേണ്ടേ? നമ്പേഴ്സും വേണ്ടേ? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആകുമ്പോൾ നമ്പേഴ്സ് ഉണ്ടാകും, വേരിയബിൾസ് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ആൾജിബ്രിക് ഫോമിലേക്ക് എഴുതിയത്? ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ x എന്ന് കൊടുത്തു, അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ എങ്ങനെ വന്നു എന്ന് നോക്കി, എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. അപ്പൊ നമുക്കൊരു ആൾജിബ്രിക് ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, 3 + 4, അല്ലെ? 3ന് നമ്മൾ x കൊടുത്താൽ ഇത് രണ്ടും ഒരേ രീതിക്കാണ് ടീച്ചർ ചെയ്തിരിക്കണേ. നോക്കി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും. അപ്പൊ 3ക്ക് നമ്മൾ x കൊടുക്കും. 3ക്ക് x കൊടുത്താൽ 4 എന്ത് വരും? x + 1 വരും, അല്ലെ? ഇവിടെ 2 കോമൺ ആണ്. 2 അങ്ങനെ തന്നെ എഴുതി. ഈ 3 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ x ആണ്. 2x + 1 കോമൺ ആണ്. 2x + 1. ഇത് രണ്ടും നോക്കിക്കേ, രണ്ടും സെയിം ഇക്വേഷൻസ് ആണ്. ടീച്ചർ പറയാൻ ഉദ്ദേശിച്ചത് ഒരു നമ്പർ ന്യൂമറിക്കൽ ഇക്വേഷനിൽ നിന്ന് ആൾജിബ്രിക് ഇക്വേഷനിലേക്ക് പോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം തന്നെ ഏതെങ്കിലും ഒരു നമ്പറിന് x കൊടുക്കുക. എന്നിട്ട് അതിനോടനുബന്ധിച്ച് ബാക്കി നമ്പേഴ്സിന്റെ റിലേഷൻ എന്താണെന്ന് നോക്കുക. ഇപ്പൊ 2നോടനുബന്ധിച്ച് 3യുടെ റിലേഷൻ നോക്കി അങ്ങനെ എഴുതി പോവുക. അതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കിയിട്ട് ന്യൂമറിക്കൽ എക്സ്പ്രഷനെ മാറ്റാൻ ഉള്ള വഴി. ഇത് ടീച്ചർ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്കത് വേണം. പിന്നെ നമുക്കൊരു കലണ്ടർ മാപ്പ് ചെയ്ത് നോക്കാം. ഒരു കലണ്ടർ ട്രിക്കാണ്. ടീച്ചർ ഒരു ഫ്ലാഷ് കാർഡ് കാണിക്കാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഫ്ലാഷ് കാർഡ് കണ്ടിട്ട് വരാം. ചോദ്യം കാണാം. ഒരു കലണ്ടർ മാത്ത് ആണ്, അല്ലെ? കലണ്ടർ മാത്തിന് നമുക്ക് എന്ത് വേണം? കലണ്ടർ വേണം. ഒബ്വിയസ്ലി ഒരു കലണ്ടർ വേണം. എന്തൊക്കെയായിരുന്നു ചോദ്യത്തില്? മാർക്ക് എനി 2 സെറ്റ് ഓഫ് 4 നമ്പേഴ്സ്. ഒരു സ്ക്വയറിൽ 4 നമ്പേഴ്സ് വരുന്ന രീതിക്ക് ഏതെങ്കിലും ഒരു 2 സെറ്റ് മാർക്ക് ചെയ്യാം. ടീച്ചർ ഇപ്പൊ റാൻഡം ആയിട്ട് 2 സെറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 4 നമ്പേഴ്സിന്റെ സ്ക്വയർ വരുമെന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പിച്ചടുപ്പിച്ച് ഒരു സ്ക്വയറിനകത്ത് 4 നമ്പേഴ്സ് വരുന്ന രീതിക്ക് 2 സെറ്റ് എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കണേ? മൾട്ടിപ്ലൈ ദി ഡയഗണൽ പെയർസ്, അല്ലെ? അതായത് ടീച്ചർ ഈ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ 1 × 9 ചെയ്യണം,
8 into 2 ചെയ്യണം. എന്നിട്ട് ഫൈൻഡ് ദ ഡിഫറൻസ്. നമുക്ക് ചെയ്ത് നോക്കാം. എന്ത് വരുന്ന ടീച്ചർക്ക് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഇതായിരുന്നു അല്ലെ ഫസ്റ്റ് സ്ക്വയറിലെ നമ്പേഴ്സ്. സെക്കൻഡ് സെറ്റിലെ സ്ക്വയറിലെ നമ്പേഴ്സോ 6, 7, 13 and 14. ഈ കലണ്ടറിന്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ ഇക്വേഷൻസ് ചാപ്റ്ററിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇക്വേഷൻസ് ചാപ്റ്ററിൽ നമ്മൾ ഈ എക്സ് ഒക്കെ ഇട്ട് ചെയ്തപ്പോ എന്താ വന്നത്? ഇതിന് താഴെയുള്ള നമ്പർ എങ്ങനെയായിരിക്കും? എക്സ് പ്ലസ് 1, 2, 3, 4, 5, 6, 7 അല്ലേ? അതെന്തുകൊണ്ടാ? ഫുൾ നമ്പേഴ്സിന്റെ ഒരു ആഴ്ചയിൽ 7 ദിവസമാണ് ഉള്ളത്. അപ്പോ ഈ ഞായർ തൊട്ട് അടുത്ത ഞായർ വരെ എങ്ങനെയായിരിക്കും? 7 ദിവസത്തിന് ഡിഫറൻസ് ഉണ്ടാകും അല്ലേ? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതൊന്നും നോക്കാനല്ല, നമ്മളോട് വേറൊരു കാര്യമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മൾ 2 സ്ക്വയറും എഴുതി. ഇനി എന്ത് ചെയ്യണം? ഡയഗണൽ പെയർസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 9 and 8 into 2 അല്ലെങ്കിൽ 2 into 8. നോക്കിക്കേ, 9, 8 2s are 16. ഇവിടെയും നമുക്ക് ചെയ്യാം. 6 into 14 and 13 into 7. 6 into 14 എന്ത് വരും? 14 into 6 84. 13 into 7 91. ഇത് നമുക്ക് രണ്ടും കിട്ടി. ഇനി എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ്. ഡിഫറൻസ് എന്താണ്? 16 minus 9. ഇവിടെയോ 91 minus 84. 16 minus 9 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 9, 10, 11, 12, 13, 14, 15, 16. അതായത് 7 വരും ഇല്ലേ? ഇവിടെ നോക്കിക്കേ, 84 90 എത്താൻ 6 plus 1 7. രണ്ടിടത്തും ഡിഫറൻസ് എന്താ വന്നേ? 7 വന്നു. ടീച്ചർ റാൻഡം ആയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ഇതിനകത്ത് എങ്ങനെയാണ് സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് എടുക്കേണ്ടത്? ഇപ്പൊ 23 ആണ് ഫസ്റ്റ് നമ്പർ എടുക്കുന്നതെങ്കിൽ 24, 30, 31 ഇങ്ങനെ ഏത് നമ്പർ എടുത്ത് വേണമെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് 7 തന്നെ ഡിഫറൻസ് വരും. എപ്പോ? ബൈ മൾട്ടിപ്ലൈയിങ് ദി ഡയഗണൽ പെയർസ് ആൻഡ് ഫൈൻഡിങ് ദി ഡിഫറൻസ് യു വിൽ ഗെറ്റ് 7 itself in all the cases. അപ്പൊ ഇത് കിട്ടി. എന്തുകൊണ്ടാണ് 7 തന്നെ വന്നത്? നമുക്കൊരു ആക്ടിവിറ്റി കാർഡ് കാണാം. എന്തുകൊണ്ടാണ് 7 തന്നെ വന്നതെന്നുള്ളതിന് ചിന്തിച്ചു നോക്കിയോ? എന്തുകൊണ്ടാണ്? ഒരു ആഴ്ചയിൽ 7 ദിവസങ്ങളേ ഉള്ളൂ. ഇതിന് നമ്മൾ ഇക്വേഷൻസിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ഈ 6ന്റെ താഴത്ത് വരുന്ന നമ്പറിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഇത് തമ്മിലൊരു 7ന്റെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയാണോ എടുത്തത്? അല്ല, ഡയഗണൽ പെയർസ് എടുത്തു, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്തു. ഇനി ഇത് എന്തുകൊണ്ട് 7 തന്നെ വന്നു എന്നുള്ളത് ഇപ്പൊ ഐഡന്റിറ്റി എന്താണ്? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ? ഇതിപ്പോ 7 തന്നെ ഏതൊരു സാഹചര്യത്തിൽ എടുത്താലും ഒരു സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് എങ്ങനെ എടുത്താലും 7 തന്നെ ഡിഫറൻസ് വരും. അപ്പോ അതിനെ നമ്മൾ ഓൾജിബ്രൈക്കലി പ്രൂവ് ചെയ്ത് കാണിക്കും. എന്നിട്ട് നമ്മൾ പറയും ഇറ്റ് ഇസ് ട്രൂ ഓൾവേസ് എന്ന് പറയും. ഓൾജിബ്രൈക്കലി പ്രൂവ് ചെയ്ത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റുകളെ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ സ്റ്റേറ്റ്മെന്റുകളെ എന്ത് ചെയ്യണം? ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റി എഴുതണം. അത്രേ ഉള്ളൂ അല്ലെ? അതായത് 1 into 9 എന്ന് പറയുന്നത് ഓൾജിബ്രൈക്കലി എഴുതണം. 2 into 8 എന്ന് പറഞ്ഞാൽ ഓൾജിബ്രൈക്കലി എഴുതണം. അതിന്റെ ഡിഫറൻസ് ഓൾജിബ്രൈക്കലി എഴുതണം. എന്നിട്ട് അത് ഈക്വൽ ടു 7 എന്ന് കാണിച്ചാൽ നമുക്കതൊരു ഐഡന്റിറ്റി ആയിട്ട് കിട്ടും. അതായത് ഏതൊരു സാഹചര്യത്തിലും ട്രൂ ആയിട്ടുള്ള ഏതൊരു സാഹചര്യത്തിലും എന്ന് പറഞ്ഞാൽ കലണ്ടർ മാത്തില് ഒരു സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് എടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ട്രൂ. കലണ്ടറിലെ ഏത് സ്ഥലത്തു നിന്നും ഏത് മാസത്തിൽ നിന്നും എടുത്താലും ഇത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ ഓൾജിബ്രൈക്കലി കാണിക്കും. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ, ലെറ്റ്സ് പ്രൂവ് ദിസ് ഇൻ ഓൾജിബ്ര. ഇത് ചോദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ വരിക. പ്രൂവ് ദിസ് ഇൻ ഓൾജിബ്രിക്കലി എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്ത് നോക്കി ട്രൂ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എക്സിറ്റ് നമ്മൾ ഈ ഉത്തരം കണ്ടുപിടിക്കും. ഇപ്പൊ ഇവിടെ എന്താണ്? ടീച്ചർ ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് തന്നില്ല, ഇത് നമ്മൾ ഒന്നിച്ചിരുന്ന് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെ ഓൾജിബ്രൈക്കലി ഇത് പ്രൂവ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ,
ഓൾജിബ്രേക്കിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സ് വേണം, എക്സോ വൈയോ വേണം. നമ്മൾ സാധാരണ എടുക്കുന്നത് എക്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും എക്സ് എടുക്കാം. ഒരു നമ്പർ എക്സ് എടുത്താൽ അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള നമ്പേഴ്സ് എഴുതണം അല്ലെ. ഇപ്പൊ ഇവിടെ 1 ഞാൻ എക്സ് കൊടുത്തു, അപ്പൊ 2 എന്തായിരിക്കും? എക്സ് പ്ലസ് 1 ആയിരിക്കും. അതായത് 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതിയിലേക്ക് വരുന്നതിന്റെ ഡിഫറൻസ് എന്താ? 1. 1-നോട് 1 ചേർന്നാലാണ് അടുത്ത ഡേറ്റ് വരിക. ഇനി മേലത്തെ ഡേറ്റിനോട് എത്ര ചേർന്നാൽ താഴത്തെ ഡേറ്റ് വരും? നമ്മള് ഇക്വേഷൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എക്സ് പ്ലസ് 7. ഇപ്പൊ ടീച്ചർ നേരത്തെ കൂട്ടി കാണിച്ചു തന്നില്ലേ? 7 ഡിഫറൻസ് ഉണ്ട്. ഇത് എക്സ് പ്ലസ് 7 ആണെങ്കിൽ തൊട്ടപ്പുറത്ത് എടുക്കുന്ന നമ്പർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എക്സ് പ്ലസ് 8. അപ്പൊ 4 നമ്പേഴ്സിനെ നമ്മൾ വേരിയബിൾസിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? Now we have to do the procedures given. Multiply the diagonal pairs. ഏതൊക്കെയാണ് diagonal pairs? x plus 8. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. x into x, x square plus x into 8, 8x. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇനി 2 into 8 ചെയ്യണം അല്ലെ. അതായത് അടുത്ത ഡയഗണൽ പെയർ കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അത് x plus 1 into x plus 7 വേണ്ടേ? ഇതെങ്ങനെ ചെയ്യും? നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഐഡന്റിറ്റീസ് ആണ്. നമ്മൾ ആദ്യത്തെ ഐഡന്റിറ്റി പഠിച്ചു കഴിഞ്ഞു. x plus u into y plus v. ആ ഫോമിൽ ആയില്ലേ സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ്. അതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം ചെയ്ത് നോക്കിക്കേ. എക്സിനെ 2 ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x into x, x square, x into 7, 7x, 1 into x, 1x plus 1 into 7, 7. വന്നല്ലോ. ഇനി 7x plus x എത്രയാണ്? 8x അല്ലേ. ഇതാണ് നമുക്ക് രണ്ടിടത്തുനിന്നും കിട്ടിയ ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദി ഡിഫറൻസ്. ഡിഫറൻസ് കാണണം. എന്തിന്റെ? ഈ രണ്ട് ഇക്വേഷൻസിന്റെ ഡിഫറൻസ് കാണണം. x square plus 8x minus x square plus 8x plus 7. ഈ മൈനസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഡിഫറൻസ് കാണണമെന്നേ ഉള്ളൂ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ചുമ്മാ നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം അല്ലെ. ഇവിടെയുണ്ട് x square plus 8x, ഇവിടെയും x square plus 8x ഉണ്ട്. ആകെയുള്ള വ്യത്യാസം എന്താ? ഒരു 7ന്റെ വ്യത്യാസമാണ്. ഇവിടെ ഒരു 7 കൂടുതലാണ്. ഇതിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 7. കിട്ടിയോ? അപ്പൊ ഈ ആദ്യം പറഞ്ഞത് എന്താ? കലണ്ടർ മാത്ത് അല്ലെ. കലണ്ടറിലുള്ള നമ്പേഴ്സ് ഇട്ട് നമ്മൾ ചെയ്ത് നോക്കിയപ്പോ 7 കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു? ഓൾജിബ്രേക്കലി പ്രൂവ് ചെയ്ത് കാണിച്ചു. എങ്ങനെ? ഇതിനെല്ലാം ഓൾജിബ്രേക്ക് ഫോമിലാക്കി അതിനെ ഡിഫറൻസ് ചെയ്ത് നോക്കി. അപ്പോഴും നമുക്ക് 7 കിട്ടി. So we proved the thing that when we multiply the diagonal pairs and find the differences in a square of 4 numbers of a calendar, we will get the difference as 7 always. എപ്പോഴും 7 തന്നെ കിട്ടും. അത് ഓൾജിബ്രേക്കലി പ്രൂവ് ചെയ്തേ ഉള്ളൂ. ഇത് മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്ന് എഴുതിയെടുത്തേ വേഗം. ആക്ടിവിറ്റി കാർഡ് കണ്ടായിരുന്നോ? സിമിലർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. ടീച്ചർ ഈ ഒരു ചോദ്യം കൂടി നന്നായി ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹോം ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. തനിയെ ചെയ്ത് നോക്കണം. നമ്മളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ചോദ്യം നോക്കാം. എന്താണ്? റൈറ്റ് നമ്പേഴ്സ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതേപോലെ തന്നിട്ടുള്ള നമ്പേഴ്സ്. ഒരു റോയില് 5 നമ്പറേ ഉള്ളൂ, താഴത്തേക്കും 5 നമ്പറേ ഉള്ളൂ. എന്താണ്? ഇവിടെയും സിമ്പിൾ. ഫൈൻഡ് ദി മാർക്ക് എനി 4 നമ്പേഴ്സ് ലൈക്ക് ഇൻ എ സ്ക്വയർ. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എളുപ്പം ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ നമ്പർ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ? 2 സെറ്റ് മാർക്ക് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. മാർക്ക് ചെയ്ത് നോക്കുക, അതിന്റെ ഡിഫറൻസ് കാണാം. അത്രേ ഉള്ളൂ. നമുക്ക് ഇതെടുക്കാം. ഈ 2 സെറ്റ് എടുക്കാം. എന്തിനാ 2 എടുത്തേ? ഒരെണ്ണം എടുത്തത് എല്ലായിടത്തും ശരിയാണോ നോക്കണ്ടേ. അപ്പൊ റാൻഡം ആയിട്ട് 2 എടുക്കാം. നിങ്ങക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുക്കാട്ടോ. എളുപ്പത്തിന് ടീച്ചർ അതെടുത്തുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്തു. 2, 3, 7, 8 and 4, 5, 9, 10. ഇനി എന്താണ്? ഫൈൻഡ് ദി ഡയഗണൽ പ്രോഡക്ട്സ്. ഡയഗണൽ പ്രോഡക്ട്സ് ഒന്ന് നോക്കി. 2 into
8 equal to 16 and 7 into 3 equal to 21. അടുത്തതോ 4 into 10 equal to 40 and 9 into 5 equal to 45. Diagonal products എടുത്തു. Now what to do? Find the difference. എത്ര വരും? 5 അല്ലേ? എല്ലാവർക്കും 5 ആണോ കിട്ടിയേ? ഇതെടുത്തവർക്കോ? ഇതെടുത്തവർക്കും 5 തന്നെ വന്നു അല്ലേ? സോ എന്താണ് ചോദ്യം? എക്സ്പ്ലെയിൻ ദിസ് ഇൻ ഓൾജിബ്ര. അതാണ് ചോദ്യം. നമ്മൾ 5 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് സെറ്റ് എടുത്ത് നോക്കി ചെക്ക് ചെയ്തു. 5 കിട്ടി. ഡിഫറൻസ് സെയിം ആണ്. ഇനി ഇത് ഓൾജിബ്രേക്കലി പ്രൂവ് ചെയ്യണം. എങ്ങനെ ഓൾജിബ്രേക്കലി പ്രൂവ് ചെയ്യും? എക്സ് ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു നമ്പറിന്, അതിനോടനുബന്ധിച്ചു ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കുക, ഉത്തരം കിട്ടും. ഇനി 2ന് നമ്മൾ എക്സ് ഇട്ട് കൊടുത്തു. 2, 3, 7, 8. ഇതാണല്ലേ ഒരു സെറ്റ്. ഒരു സെറ്റ് എടുത്ത് നമുക്ക് നോക്കാം. 2ന് എക്സ് കൊടുത്താൽ 3ക്ക് എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് 1 വരും. 7ഓ? 2നോട് എത്ര കൂട്ടിയ 7 കിട്ടും? 5 കൂട്ടിയ 7 കിട്ടും. 8 കിട്ടാനോ? 2നോട് 6 കൂട്ടണം. ഇതാണ് നമ്മുടെ ഓൾജിബ്രേക്ക് സെറ്റ് ഓഫ് സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് അല്ലെ? ഇതിനെ നമ്മൾ ഓൾജിബ്രേക്കിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ മെത്തേഡുകളെല്ലാം ഓൾജിബ്രേക്കിലി പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആദ്യം എന്തായിരുന്നു? ഡയഗണൽ പെയർസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 6x. സ്പീഡിൽ പോണ്ടോ? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ എക്സ്, എക്സ് ഇൻറ്റു 6, 6x. ഇവിടെയോ നമ്മുടെ ഐഡന്റിറ്റി വേഗം അപ്ലൈ ചെയ്തോ. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് എക്സ് പ്ലസ് 5. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് എക്സ് പ്ലസ് 5. ഇതിനെ 5x പ്ലസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6x എന്ന് എഴുതാം അല്ലെ? പക്ഷെ വേഗത്തിന് 6x എഴുതി. 6x പ്ലസ് 5. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. എന്താണ് ഒരു കൂടുതലുള്ളത്? ഒരു പ്ലസ് 5 അല്ലെ? അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത് വരും? 5 തന്നെ വരും. നമ്മള് ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്തു. The difference will be 5 if we select any square of 4 numbers in a set of numbers like this. ഇത്രേ ഉള്ളൂ ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാനായിട്ട്. ഹെൻസ് പ്രൂവ് എന്നും കൂടി എഴുതിയാൽ ഉത്തരം കംപ്ലീറ്റഡ്. ഓക്കെ, ഇത് മനസ്സിലായി. ഇതിപ്പോ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് ആണ് എടുത്തത്. ഇതേപോലെ വേറൊരു ചോദ്യം ടീച്ചർ തരാം, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷനെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കാൻ പഠിച്ചു. അവര് തരുന്ന അല്ലെങ്കിൽ ചോദ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അത് ശരിയാണോ നോക്കി അതിനെ ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാൻ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? എല്ലാരും ചെയ്തിട്ട് വരണം കേട്ടോ.